എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്ന് പറയുന്ന മേഖലയായിരുന്നു. അപ്പം ആ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറുകളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് വിശകലനം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന മനഃശാസ്ത്ര ഗവേഷണ ഉപാധി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി മുൻ വർഷങ്ങളിൽ LP UP PSCയിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രധാനമായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കടന്നു പോകുന്നത്. ഏവർക്കും ക്ലാസ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം. UP അസിസ്റ്റന്റ് 2020 മനഃശാസ്ത്ര ഗവേഷണ ഉപാധി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാന ചോദ്യമാണിത്. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് ക്ലിക്കുകൾ, ദ്വന്ദ്വങ്ങൾ, ഗ്യാങ്ങുകൾ, താരങ്ങൾ. എടാ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് ക്ലിക്കുകൾ, ദ്വന്ദ്വങ്ങൾ, ഗ്യാങ്ങുകൾ, താരങ്ങൾ. ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ ആ ഒരു റിലേഷൻ കാണിക്കാനായിട്ട് ഞാൻ അതൊക്കെ വരച്ച് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്തു. ഇവിടെ അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ട എത്ര പേര് ഇവിടെ ഉണ്ട്, എത്ര പേരെയാണ് പറഞ്ഞിരിക്കുന്നത്? ലീനയുണ്ട്, അനു ഉണ്ട്, കരിഷ്മയുണ്ട്. 3 പേഴ്സണെ പറ്റിയാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ പറയുന്ന ടൂൾസ് പഠിപ്പിച്ച സമയത്ത് 3 പേഴ്സന്റെ റിലേഷൻ കാണിച്ചുകൊണ്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇത്തരം ഒരു രീതിയിൽ വരുന്ന ഒരു രീതിയിൽ 3 പേഴ്സന്റെ റിലേഷൻ കാണിച്ചുകൊണ്ട് പറയുന്ന മെത്തേഡിന്റെ പേരെന്തുവായിരുന്നു? അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എടാ ക്ലിക്കുകളാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിക്കുകളാണ് നമ്മൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം LP സ്കൂൾ അസിസ്റ്റന്റ് 2020 വന്ന ചോദ്യം ഇതായിരുന്നു. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയെയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയെയാണ്? ഓപ്ഷൻസ്: ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇൻവെന്ററി, സർവേ രീതി ആൻഡ് കേസ് സ്റ്റഡി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് സാമൂഹിക സൂക്ഷ്മദർശിനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്നാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ സാമൂഹിക സൂക്ഷ്മദർശിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ നമ്മൾ സമഗ്രവും ആഴത്തിലും പഠിക്കുന്ന മെത്തേഡ് എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ സമഗ്രമായിട്ടും ആഴത്തിലും ആ വ്യക്തിയെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചിനെ വിളിക്കുന്ന പേര് ഏതാണ്? കേസ് സ്റ്റഡി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? കേസ് സ്റ്റഡി ആണ് ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? ആൻസർ ഈസ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരാളുടെ വിഷയത്തെ പറ്റി, നാനാവിധത്തിലുള്ള വിഷയങ്ങളെ പറ്റി സമഗ്രവും ആഴത്തിലും പഠിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്രദ്ധിച്ചു കേൾക്കുക. ക്വസ്റ്റ്യൻസ് കൈ കിട്ടുന്ന സമയം നിങ്ങൾ നോക്കുക, ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ നോക്കുക. നമുക്കിവിടെ വേണ്ടത് ഉൾപ്പെടാത്തതാണ്. അപ്പൊ ഈ പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. റോഷ മഷിയൊപ്പ് പരീക്ഷ, സാമൂഹിക ബന്ധ പരിശോധന, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആൻഡ് പദസഹചരത്വ പരീക്ഷ. ഈ 4 നമ്മുടെ ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം പ്രക്ഷേപണ തന്ത്രം, ദാറ്റ് മീൻസ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് ചോദ്യം. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് മെത്തേഡ്സിന്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയായിരുന്നു? റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് മുതലായവയാണ് നമ്മൾ പ്രധാനമായും പഠിച്ചു വെച്ച പ്രക്ഷേപണ തന്ത്രങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതില് റോഷ മഷിപ്പ് ഇവിടെ ഉണ്ട്, തീമാറ്റിക് ഉണ്ട്, പദസഹചരത്വം ഉണ്ട്. സോ ഇവര് 3 പേരും എന്ന് പറയുന്നത് ഇതിൽ പെടുന്നവരാണ്. അപ്പൊ പെടാത്തത് ഇതിൽ ആരായിരിക്കും?
ഓപ്ഷൻ ബി ആണ് ഇതിൽ പെടാത്തത്. സാമൂഹിക ബന്ധ പരിശോധനയാണ് ഈ പറയുന്ന ചോദ്യത്തിൽ ഉൾപ്പെടാത്തത് എന്ന് വരുന്നത്. അടുത്തതായി നമ്മൾ മൂവ് ചെയ്യുന്നത് NCA 2023 UP എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രോജക്റ്റിന്റെ ഘട്ടങ്ങളുടെ ക്രമം ഏത്? പ്രോജക്റ്റിന്റെ ഘട്ടങ്ങളുടെ ക്രമം ഏത് എന്നതാണ് NCA 2023 വന്ന ചോദ്യം. നമുക്ക് ഓരോന്നായിട്ട് ഘട്ടങ്ങൾ നോക്കാം. ഓപ്ഷൻ എ നിഗമനം, പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം. ഓപ്ഷൻ ബി പ്രശ്നം അനുഭവപ്പെടൽ, അപഗ്രഥനം, വിവരശേഖരണം, നിഗമനം. ഓപ്ഷൻ സി വിവരശേഖരണം, അപഗ്രഥനം, പ്രശ്നം അനുഭവപ്പെടൽ, നിഗമനം. ആൻഡ് ഓപ്ഷൻ ഡി പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ മനഃശാസ്ത്ര ഗവേഷണ ഉപാധി രീതിയും പഠിപ്പിച്ച സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് ഈ തന്നിരിക്കുന്ന മേഖലകളുടെ സ്റ്റെപ്പുകളിൽ നിന്നാണെന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു കേസ് സ്റ്റഡിയുടെയും അതുപോലെ ആക്ഷൻ റിസർച്ചിന്റെയും സർവേയുടെയും സ്റ്റെപ്പുകൾ പഠിക്കണമെന്ന്. അപ്പൊ അതിൽ ആ പഠിച്ച കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം ആൻഡ് നിഗമനം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 2020 മറ്റൊരു ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് പോവുക. പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? പ്രശ്ന പരിഹരണം, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ആക്ഷൻ റിസർച്ചിന്റെ സംഭവങ്ങളാണ്. അപ്പൊ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ആക്ഷൻ റിസർച്ച്, അതിന്റെ സ്റ്റെപ്പുകൾ നിങ്ങളുടെ മൈൻഡിൽ വരിക. ആ സ്റ്റെപ്പ് അറിയാന്നുള്ള ഒരാൾക്ക് ഈ ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെല്ലാനും പറ്റും. ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബേസിസിൽ ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിൽ ഓർത്തെടുത്തിട്ട് ഇതിൽ ഏതായിരിക്കും വരുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പഠനം, പ്രശ്നം ഏറ്റെടുക്കല്, ദത്തങ്ങൾ ശേഖരിക്കല്, നിഗമനങ്ങൾ രൂപീകരിക്കല്, പരികൽപ്പന രൂപീകരിക്കല്. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് ആ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം എന്ന് നിങ്ങൾ ഈ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നാണ് പറയേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുക, നമ്മൾ പ്രോബ്ലം സോൾവിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പഠിച്ചിരുന്നത് ഏതാണ്? പഠന പ്രശ്നം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആളാണ് ആദ്യം വരുന്നത്. സെക്കൻഡ് നമ്മൾ പഠിച്ചത് പരികൽപ്പനയാണ്, പരികൽപ്പന രൂപീകരിക്കലാണ്. മൂന്നാമത് നമ്മൾ നോക്കിയത് ദത്തങ്ങൾ ശേഖരിക്കലാണ്. 4 നോക്കിയത് നിഗമനം രൂപീകരിക്കലാണ്, നിഗമനത്തിൽ എത്തിച്ചേരലാണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 1, 4, 2, 3. 1, 4, 2, 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. അഭിമുഖം, നിരീക്ഷണം, സഞ്ചിത രേഖ, കേസ് സ്റ്റഡി. ഇവിടെ നോക്കിക്കേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെ പറ്റിയാ പറയുന്നത്? സാനിയ എന്ന ഒരു കുട്ടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ എടുത്തിരിക്കുകയാണ്, ഒരു പേഴ്സണെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു പേഴ്സണെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഒരു ഇൻഡിവിജ്വൽ ആയി ആ പേഴ്സൺ ഇവിടെ ഒറ്റയ്ക്കിരിക്കാനാണ് താല്പര്യം. മനസ്സിലായോ? അതായത് ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമുള്ള സാനിയയുടെ ആ അവസ്ഥ, അതിനുള്ള കാരണമായിട്ട് നിങ്ങൾക്ക് ഇതില് ഏതിനെ ചൂണ്ടിക്കാണിക്കാന്നാണ് ചോദ്യം. അഭിമുഖം വരുമോ? എന്തായാലും ഒരിക്കലും വരത്തില്ല. അഭിമുഖത്തെ നമുക്ക് ഇതിന് കട്ട് ചെയ്യാം. നിരീക്ഷണം വരുമോ? ഇല്ല, നിരീക്ഷണവും കട്ട് ചെയ്യാം. അപ്പൊ സഞ്ചിത രേഖയോ? ഇല്ല, സഞ്ചിത രേഖ വേറെ ഒരു ഭാഗമാണ്, സഞ്ചിത രേഖയും വരത്തില്ല. പിന്നെ ലാസ്റ്റ് ഉള്ളത് ആരാണ്ടാ? കേസ് സ്റ്റഡി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളെ ആഴത്തിലും സമഗ്രവുമായി പഠിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കേസ് സ്റ്റഡി. ഇവിടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് സാനിയ എന്ന വ്യക്തിയുടെ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ ഇവിടെ സമഗ്രമായി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കോസ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കേസ് സ്റ്റഡി ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി 6 ചോദ്യങ്ങളാണ് ഇതുവരെ നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ്സും കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പൂർണ്ണമായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിയുകയുണ്ടായി. ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ആ ടോപ്പിക്ക് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോവുക, ആ ടോപ്പിക്ക് റെഫർ ചെയ്യുക. റെഫർ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് വരാവുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് പൂർണ്ണമായ രീതിയിൽ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. എടുത്തൊന്നും കൂടെ ഞാൻ പറയാണ്, എടാ നിങ്ങൾ വീഡിയോയിലേക്ക് ആദ്യം പോവുക. പോയി ആ പറയുന്ന 2 പാർട്ടുകളായിട്ടാണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധി രീതി തന്നിട്ടുള്ളത്. ഈ 2 പാർട്ടുകളും നിങ്ങൾ ചെന്ന് ആദ്യം കാണുക. കണ്ട ശേഷം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുക. കണ്ട ശേഷം മാത്രം ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിലേക്ക് വന്ന ശേഷം നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും ആദ്യമായി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ മാത്രം ആൻസറിലേക്ക് കടക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഈ ടോപ്പിക്കുകൾ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് ഇമ്പോർട്ടൻ്റോടുകൂടി തന്നെ പഠിച്ചു പോവുക. ഇനി തുടർന്ന് വരുന്ന LP UP സിലബസ് അധിഷ്ഠിതമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ തുടർന്ന് വരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും നമ്മളെല്ലാവരും പ്രധാനമായിട്ട് നോക്കിയിരിക്കുന്ന സമയം വളരെ പരിമിതമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അറ്റൻഷൻ ആയിട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് പരമാവധി കിട്ടാനാണ്. സോ നിങ്ങൾ ഒരു വറീഡും വെക്കേണ്ട, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് വേണ്ട മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലൂടെയും ഈ ചാനലിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.